ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയും അതിന്റെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ടോപ്പിക്സ് നോക്കാം. നേരത്തെ യു വി വിസിബിൾ നോക്കിയ പോലെ തന്നെ മാറ്ററിന് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വെച്ചിട്ട് മാറ്ററിന്റെ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. ഇവിടെ നമ്മൾ ഇൻഫ്രാറെഡ് ആണ് യൂസ് ചെയ്യുന്നത്. So it's a powerful analytical technique used to study the molecular vibrations and identify the functional groups present in the organic and inorganic compounds. And it works by measuring how molecules absorb infrared radiation at a different wavelength. നമുക്ക് ഇത് യു വി വിസിബിൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നത് ഇലക്ട്രോണിക് ട്രാൻസിഷൻ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്പെക്ട്രോസ്കോപ്പിയാണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് മോളിക്കുലാർ വൈബ്രേഷൻസ് ആണ്. മോളിക്യൂൾസ് എങ്ങനെയൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നു, അത് വെച്ചിട്ട് ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, ഏതാണ് ആ കോമ്പൗണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് IR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാ നോക്കാം. സിമ്പിൾ ആണ്. നേരത്തെ നമ്മൾ അവിടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കും പോലെ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിക്യൂൾസ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പോൾ ബോൺസ് വൈബ്രേറ്റ് ചെയ്യുന്നു. അവിടെ ഉണ്ടാകുന്ന സിംഗിൾ ബോൺസും ഡബിൾ ബോൺസും ഒക്കെ വൈബ്രേറ്റ് ചെയ്യുന്നു. ആ വൈബ്രേഷനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് അത് ഏത് ബോണ്ടാണ്, ഏതൊക്കെ ഗ്രൂപ്പ്സ് ആണ് പ്രസന്റ് ആയിട്ടിരിക്കുന്നതെന്നൊക്കെ കണ്ടുപിടിക്കുന്നു. ഇവിടെ പിന്നെ വൈബ്രേഷൻസ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് വൈബ്രേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് സ്ട്രെച്ചിങ്ങും ഒന്ന് ബെൻഡിങ്ങും. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇതിന്റെ അകത്ത് സബ് ഡിവിഷൻസ് ഉണ്ട്, അങ്ങോട്ട് പോകുമ്പോൾ നോക്കാം. And the absorption occurs at specific wave numbers. നേരത്തെ അതും സിമിലർ തന്നെയാണ്. യു വി വിസിബിൾ ഉള്ള പോലെ തന്നെയാണ്, കറസ്പോണ്ടിങ് ടു ഡിഫറെന്റ് ബോണ്ട് ടൈപ്സ്. ഇവിടെ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യണത് അബ്സോർബൻസ് വേഴ്സസ് വേവ് നമ്പർ ആയിരിക്കും. ട്രാൻസ്മിറ്റൻസും വെച്ചിട്ടും ചെയ്യാം. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അബ്സോർബൻസ് ആണെന്നേ ഉള്ളൂ. ട്രാൻസ്മിറ്റൻസ് ആകുമ്പോൾ ഇതിന്റെ നേരെ റിവേഴ്സ് ഗ്രാഫ് ആയിരിക്കും. ട്രാൻസ്മിറ്റൻസ് എടുക്കുന്നത് 100 മൈനസ് അബ്സോർബൻസ് ആ ഒരു രീതിയിൽ വെച്ച് അങ്ങനെ നോക്കണ്ട. ജനറൽ ആയിട്ട് നമ്മൾ നോക്കുന്നത് അബ്സോർബൻസ് വേഴ്സസ് വേവ് നമ്പർ ആയിരിക്കും. കുറച്ചുകൂടെ ആക്യുറേറ്റ്. ചില സർട്ടൻ എന്താ പറയാ എക്സെപ്ഷണൽ കേസസിലാണ് നമ്മൾ ട്രാൻസ്മിറ്റൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇനി ഈ IR റേഡിയേഷൻ നടക്കണമെങ്കിൽ ഇപ്പൊ നേരത്തെ നമ്മൾ യു വിസിബിൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്ന എല്ലാ മോളിക്യൂൾസും യു വിസിബിൾ തരത്തില്ല. ചില ട്രാൻസിഷൻസ് നടക്കുന്ന മോളിക്യൂൾസ് മാത്രമേ തരൂ. ഇപ്പൊ പൈ ടു പൈ സ്റ്റാറോ അല്ലെ എൻ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസ് ഉള്ള ആൾക്കാർ മാത്രമേ അത് തരത്തുള്ളൂ. അതുപോലെ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എല്ലാ മോളിക്യൂൾസും IR സ്പെക്ട്രോസ്കോപ്പി തരത്തില്ല. തരണമെങ്കിൽ ബോൺ മസ്റ്റ് ഹാവ് എ ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് ഉള്ള ബോൺസ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ആ ബോൺസ് ഉള്ള മോളിക്യൂൾസ് മാത്രമായിരിക്കും നമുക്ക് IR സ്പെക്ട്രോസ്കോപ്പി തരാം. അല്ലെങ്കിൽ IR റേഡിയേഷൻ അബ്സോർവ് ചെയ്യുന്ന അവർ മാത്രമായിരിക്കും. ഒന്നില് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവണം. ഇനി ഡൈപോൾ മൊമെന്റ് ഇല്ലാന്നുണ്ടെങ്കിലും വൈബ്രേഷൻ നടക്കുന്ന സമയത്ത് ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടായാലും മതി. ചില മോളിക്യൂൾസിന്റെ കേസിൽ അവർക്ക് ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് മോളിക്യൂളായിട്ട് ഇരിക്കുമ്പോൾ ഉണ്ടാവില്ല, പക്ഷെ അവര് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ നമുക്ക് അവര് IR ആക്റ്റീവ് എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ അവര് ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെന്റ് ടൈപ്സ് വൈബ്രേഷൻ. വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? അത് വേവ് ലെങ്തിന്റെ ഇൻവേഴ്സ് ആണ്. വേവ് ലെങ്തിന്റെ ഇൻവേഴ്സ് ആണ്. വേവ് ലെങ്ത് ഇല്ല നമ്മളെ ലാംഡ, 1/λ ആണ് വേവ് നമ്പർ എന്ന് പറയുന്നത്, സെന്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പൊ അത് ഫ്രീക്വൻസി ആണോ? അല്ല, അത് തമ്മിൽ മാറിപ്പോരുത്. ഫ്രീക്വൻസി അല്ല. ഫ്രീക്വൻസിയും വേവ് നമ്പറും രണ്ടാണ്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്താണ്, ലൈക്ക് ഒരു സെക്കൻഡിൽ എത്ര വൈബ്രേഷൻസ് നടക്കുന്നതാണ് ഫ്രീക്വൻസി ആയിട്ട് എടുക്കുക. വേവ് നമ്പർ അല്ല ഫ്രീക്വൻസി, രണ്ടാണ് കേട്ടോ. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ. ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ ആണ് ഫ്രീക്വൻസി. വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്തിന്റെ ഇൻവേഴ്സ് ആണ്. യൂണിറ്റ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താ? ഹെഡ്സ് അല്ലാണ്ട് യൂണിറ്റ്, ഹെഡ്സ് കോമൺ യൂണിറ്റ് ആണ്. അല്ലാണ്ട് എന്താ കോമൺ ആയിട്ട് യൂസ് പെർ സെക്കൻഡ് ഇൻവേഴ്സ് അല്ലേ? അതെ. ടൈം പീരീഡിന്റെ ഇൻവേഴ്സ് എടുക്കുന്നതാണ്. ഓക്കെ,
അറിയിപ്പ് വരുന്നത് വേവ് നമ്പർ. ഈ സ്പെക്ട്രോസ്കോപ്പിൽ നമ്മൾ ജനറൽ ആയിട്ടെല്ലാം യൂസ് ചെയ്യുന്ന വേവ് നമ്പേഴ്സ് വെച്ചിട്ടാണ്. ഓക്കെ ഓക്കെ. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൈബ്രേഷൻസ് എടുക്കേണ്ടെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞാൽ 2 ടൈപ്പ് വൈബ്രേഷൻസ് വരുന്നുണ്ട്. ഒന്ന് സ്ട്രെച്ചിങ്ങും ഒന്ന് ബെൻഡിങ്ങും. സ്ട്രെച്ചിങ്ങിന്റെ അകത്ത് സിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്, അസിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്. അത് ഒരു അനിമേഷൻ കാണിച്ചാൽ അപ്പൊ മനസ്സിലാവും കുറച്ചുകൂടെ. ബെൻഡിങ് വൈബ്രേഷന്റെ അകത്ത് 4 ടൈപ്പ് ഉണ്ട്. ഒന്ന് സിസറിങ്, റോക്കിംഗ്, വേഗിങ് ആൻഡ് ട്വിസ്റ്റിംഗ് എന്ന് പറയും. ഇവിടെ നോക്കേണ്ടത് സ്ട്രെച്ചിങ്ങിനേക്കാൾ ലോവർ എനർജിയിൽ നടക്കുന്ന സാധനങ്ങളാണ് ബെൻഡിങ് വൈബ്രേഷൻസ് എന്ന് പറയുന്നത്. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കും. സ്ട്രെച്ചിങ്ങിന് കുറച്ചുകൂടെ എനർജി കൂടുതൽ വേണ്ടി വരും, ബെൻഡിങ്ങിന് അത്ര എനർജി വേണ്ട. ഓക്കെ, ഇതാണ് ഈ വൈബ്രേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു മോളിക്യൂളായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് എങ്ങനെയാണ് വൈബ്രേഷൻസ് നടക്കുന്നത് എന്നുള്ളതാണ്. സ്ട്രെച്ചിങ്ങിന്റെ അകത്ത് 2 ടൈപ്പ് സ്ട്രെച്ചിങ്, ഒന്ന് സിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്, ഒന്ന് ആന്റി സിമെട്രിക് അല്ലെങ്കിൽ അസിമെട്രിക് എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, കാണാൻ മനസ്സിലാവില്ല. ഒരേപോലെ സ്ട്രെച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഒരു പർട്ടിക്കുലർ ടൈം എടുത്തു കഴിഞ്ഞാൽ ഈ 2 മോളിക്യൂളും ഒരേ പൊസിഷനിലായിരിക്കും. ഏതൊരു ടൈം പീരീഡ് ഏതൊരു സ്പെസിഫിക് ടൈം എടുത്തു കഴിഞ്ഞാലും അങ്ങനെ ഈക്വൽ ആയിട്ട് ബോണ്ട് സ്ട്രെച്ച് ആവുന്നതിനാണ് നമ്മൾ സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുക. അസിമെട്രിക് എന്ന് പറയുമ്പോൾ 2 ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ ബെൻഡിങ് വൈബ്രേഷന്റെ അകത്ത് സിസറിങ് എന്ന് പറയുമ്പോൾ ഒരേ ഡയറക്ഷനിലോട്ട് പോകുന്നതാണ്. ഈ സിസറിങ്ങും റോക്കിങ്ങും സെയിം പ്ലെയിനിൽ നടക്കുന്ന സാധനങ്ങളാണ്. സെയിം പ്ലെയിനിൽ നടക്കുന്ന ബെൻഡിങ് ആണ് ഇത് രണ്ടും. ഈ വേഗിങ്ങും ട്വിസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് പ്ലെയിൻസിലായിരിക്കും. പ്ലെയിനൊക്കെ അറിയാമല്ലോ അല്ലെ, എക്സ് വൈ ഇസഡ്, ആ പ്ലെയിൻ ആണ് ഉദ്ദേശിക്കുന്നത്. സിസറിങ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. വേഗിങ് എന്ന് സിസറിങ് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലോട്ട് ഇങ്ങനെ ഈക്വൽ ആയിട്ട് പോകുന്നതായിരിക്കും. റോക്കിംഗ് എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് 2 കൊണ്ട് ഒരുമിച്ച് പോകുന്നതിനാണ്, ഇങ്ങനെ ട്രാൻസ്ഫർ പോകുന്നതിനാണ് റോക്കിംഗ് എന്ന് പറയാം. ഈ വേഗിങ്ങും എന്താ പറയാ, ഇത് വേറൊരു പ്ലെയിനിലോട്ട് വരുന്ന പോലെ നോക്കാം. ഇത് ചെറുതാവുന്ന വലുതാവുന്ന കണ്ടോ ഈ മോളിക്യൂള്, ഈ ഒരു ആറ്റം. അത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോവാന്ന് വിചാരിക്കുക. ഇത് ആ സെയിം തന്നെ 2 ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലോട്ട് വിചാരിക്കുക. ജസ്റ്റ് പേര് അറിഞ്ഞിരുന്നാൽ മതി എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, സോറി. ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് IRSൽ മെയിൻ ആയിട്ട് പഠിക്കുക. 1 വേർഡ്സ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ്. അതായത് ഇപ്പൊ ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ആ മോളിക്യൂളിന് ഈ പറഞ്ഞ പോലെ ഇത്രയും ടൈപ്പ് വൈബ്രേഷൻസ് ഉണ്ടല്ലേ. ഇത് ഒരു ബോണ്ടിനുള്ള വൈബ്രേഷൻസ് ആണ് കേട്ടോ. ഇതിപ്പം ഒരു കാർബൺ, ഇതൊരു ഹൈഡ്രജൻ ആണെങ്കിൽ വെറുതെ എക്സ് അല്ലെങ്കിൽ ഒരു എക്സും ഇത് വൈയും ആണെങ്കിൽ എക്സിനും വൈക്കും ഇതെല്ലാം പോസിബിൾ ആണ്. ഓക്കെ, ഒരു ബോണ്ടിന്റെ കേസിൽ മാത്രം എടുക്കുക. അപ്പം ഒരു വലിയ മോളിക്യൂൾ ആണെങ്കിൽ ആ മോളിക്യൂളിന്റെ അകത്തുള്ള ഒരുപാട് ബോൺസ് ഉണ്ടാവും. ആ ബോൺസ് എല്ലാത്തിനും അങ്ങനെ പോസിബിലിറ്റീസ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ആ മോളിക്യൂളിന് എത്ര ടൈപ്പ് വൈബ്രേഷനിൽ എത്ര മോഡ്സിൽ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ്. നമുക്ക് മെയിൻ ആയിട്ട് 2 ടൈപ്പ് മോളിക്യൂൾസ് വരും, ലീനിയർ മോളിക്യൂൾസ്, നോൺ ലീനിയർ മോളിക്യൂൾസ്. ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ അത് 3n-5 ആയിരിക്കും. നോൺ ലീനിയർ ആണെങ്കിൽ 3n-6 ആയിരിക്കും. എന്നു പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ മോളിക്യൂൾ. ഓക്കെ, കോമൺ ആയിട്ട് നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ട്രയാറ്റോമിക് മോളിക്യൂൾ ആണ്. പിന്നെ ലീനിയർ സ്ട്രക്ചർ ആണ്. ബോണ്ട് ആംഗിൾ വരുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് എന്താണ് ലീനിയർ മോളിക്യൂൾ. അപ്പൊ ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താണ് 3n-5. അപ്പം ഏകദേശം എത്ര വരും? 3 × 3 9-5. 4 ടൈപ്പില് അതിനെന്ത് ചെയ്യാൻ പറ്റും? വൈബ്രേറ്റ്. 4 ടൈപ്പ് വൈബ്രേഷൻസ് കാണിക്കും. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കാർബൺ ഡൈ ഓക്സൈഡിന്റെ. അപ്പൊ അങ്ങനെയാണ്, ഇതാണ് ലീനിയർ മോളിക്യൂൾ. ഇനി സെയിം തന്നെ നമ്മൾ വാട്ടർ എടുക്കുകയാണെങ്കിലോ, വാട്ടർ എന്ന് പറയുന്നത് ബെൻഡ് മോളിക്യൂൾ ആണ്. ഓക്കെ, ട്രയാറ്റോമിക് ആണ്, പക്ഷെ അതൊരു ബെൻഡ് സ്ട്രക്ചർ ആണ്. ബെൻഡ് സ്ട്രക്ചർ പറയുമ്പോൾ നോൺ ലീനിയറിൽ വരും. 3n-6 എടുക്കുമ്പോൾ 3 × 3 3 ആറ്റംസ് ഉള്ളതുകൊണ്ട് n3 എടുക്കുക. 3 × 3 - 6 എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് വൈബ്രേഷൻസ് ആയിരിക്കും വാട്ടർ മോളിക്യൂളിന് വരും. ഓക്കെ, ഈ ഒരു കാര്യം ജസ്റ്റ് വെച്ചിരിക്കുക. 1 വേർഡ്സ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇൻസ്ട്രുമെന്റേഷൻ പാർട്ടിലും പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. ഒരു റെഫറൻസ് സാമ്പിൾ ഉണ്ടാവും, നമ്മൾ സാമ്പിൾ എടുക്കുന്നുണ്ടാവും. പിന്നെ IR സോഴ്സസ് പറയുന്നു. IR ലൈറ്റ് വരുന്നു, ബീം സ്പ്ലിറ്റർ ഉണ്ടാവും. ഇതിന്റെ ഇടയ്ക്ക് മോണോക്രോമാറ്റർ ഒക്കെ വരും. ബീം സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഒരെണ്ണം റെഫറൻസ് സാമ്പിളിലോട്ട് പാസ് ചെയ്യും, ഒരെണ്ണം സാമ്പിളിലോട്ട് പാസ് ചെയ്യും.
അത് കഴിഞ്ഞിട്ട് സ്പ്ലിറ്റർ ഉണ്ടാവും. ഈ വരുന്ന രണ്ട് ഡാറ്റ ഒരുമിച്ച് ഡീകോഡ് ചെയ്യുക, ഡിറ്റക്ട് ചെയ്യുക, റീഡ് ഔട്ട് ചെയ്യുക. ഇത് ജസ്റ്റ് ഇതൊക്കെ കോമൺ ആയിരിക്കും സ്പെക്ട്രോസ്കോപ്പിക്ക്. കുറച്ച് അഡ്വാൻസ് സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, FTIR എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ മാത്രമാണ് ഈ മൂവിങ് സാമ്പിൾ മൂവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. IR-നും വിസിബിളിനും ഒക്കെ UV വിസിബിളിനും ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്, പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഇൻസ്ട്രുമെന്റേഷൻ പാർട്ടിൽ. ഓക്കെ, ഇനി ഈ സ്പെക്ട്രോമീറ്ററിന്റെ മെയിൻ കമ്പോണൻസ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിൽ UV റേഡിയേഷന് എന്തൊക്കെ ലൈറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ സോഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എക്സാമ്പിൾ എന്താ? ലെൻസ്. വെരി ഗുഡ്. ഡിറ്റീരിയൻ ലാംപ്സും സെനോൺ ആർക്ക് ലാംപ്സും ആണ് UV വെയിറ്റ് ലൈറ്റ്. വിസിബിൾ ലൈറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ടങ്സ്റ്റണും അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാം. ഓക്കെ, അതുപോലെ നമ്മൾ IR റേഡിയേഷന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഗ്ലോബർ എന്ന് പറഞ്ഞൊരു സാധനം, സിലിക്കൺ കാർബൈഡ് വെച്ചിട്ട് വരുന്ന ഒരു ലൈറ്റ് പോലത്തെ ഒരു സാധനമാണ്. ഓക്കെ, അതിന് IR റേഡിയേഷൻ, ഇൻഫ്രാറെഡ് റേഡിയേഷൻ പുറത്തുവിടാൻ പറ്റും. അതുപോലെ തന്നെ നേൺസ്റ്റ് ഗ്ലോവർ എന്ന് പറഞ്ഞിട്ടും ഒരു സാധനം, ഒരു ലാമ്പ് പോലത്തെ സാധനമാണ്. അതിൽ നിന്നും IR റേഡിയേഷൻസ് പുറത്തുവിടാൻ പറ്റും. ഓക്കെ, അത് രണ്ടും നോക്കി. പിന്നെ സാമ്പിൾ ഹോൾഡർ, പൊട്ടാസ്യം ബ്രോമൈഡ് പെല്ലറ്റ്സ്, NaCl പെല്ലറ്റ്സ്, അല്ലെങ്കിൽ ATR, അറ്റിനേറ്റഡ് ടോട്ടൽ റിഫ്ലക്ഷൻ ക്രിസ്റ്റൽ. അതായത് അവര് സാമ്പിൾ ഹോൾഡർ, നമ്മളൊരു ക്യൂവറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം പഠിച്ചില്ലേ UV-ല്, അതുപോലത്തെ ഒരു സാധനം സാമ്പിൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. ജസ്റ്റ് നെയിംസ് ഫെമിലിയർ ആയിരുന്നാൽ മതി. NaCl കോമൺ ആയിട്ട് അതിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഓക്കെ, പിന്നെ മോണോക്രോമാറ്റർ, ഈ പറഞ്ഞ പോലെ ഒരു സ്പെസിഫിക് ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ സ്പെസിഫിക് വേവ് ലെങ്തില് ലൈറ്റിനെ പാസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോണോക്രോമാറ്റർ യൂസ് ചെയ്യുന്നത്. ആൻഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിറ്റക്ടർ ഉണ്ടാവും, മെഷേഴ്സ് അബ്സോർബ് IR ലൈറ്റ് ലൈക്ക് തെർമോകപ്പിളോ പൈറോ ഇലക്ട്രിക് ഡിറ്റക്ടർ. ഇതൊന്നും വേണ്ട, ഇത്ര അറിഞ്ഞത് അതിൽ എക്സാമ്പിൾസ് മാത്രം നോക്കിയിരുന്നാൽ മതി. ഓക്കെ, പിന്നെ ഗ്ലോബർ എന്ന് പറയുന്നത് സിലിക്കൺ കാർബൈഡ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണെന്നും കൂടെ ഓർമ്മിക്കുക. ഇതിന്റെ മെയിൻ ആപ്ലിക്കേഷൻസ് വരുന്നത് എവിടെ നോക്കാം. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഐഡന്റിഫൈങ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഇൻ എ മോളിക്യൂൾ. അത് നമുക്കറിയാം, ഫങ്ഷണൽ ഗ്രൂപ്പ്സിൽ സ്പെസിഫിക് ആയിട്ടുള്ള ബോണ്ട്സ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം C ഡബിൾ ബോണ്ടോ, അതുപോലെ OH, ഇതൊക്കെ ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയാനായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് IR സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യാൻ പറ്റും. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ഡ്രഗ് പ്യൂരിറ്റി, മെഡിസിൻസും കാര്യങ്ങളുടെ ഒക്കെ പ്യൂരിറ്റി, അത് UV-യിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ള ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഫോറൻസിക് സയൻസിൽ ഡിറ്റക്ടിങ് ഡ്രഗ്സ്, എക്സ്പ്ലോസീവ്സ് ആൻഡ് കൗണ്ടർഫീറ്റ് മെറ്റീരിയൽസ്. അതുപോലെ എൻവയോൺമെന്റൽ സയൻസിൽ പൊല്യൂട്ടൻസിനെയും ഗ്രീൻ ഹൗസ് ഗ്യാസസിനെയൊക്കെ മോണിറ്റർ ചെയ്യാൻ നമുക്ക് IR സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കാം. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാ? കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ CFC, CFC, മീഥേൻ, H2O, H2O വേപ്പർ. വേറെ ഒരെണ്ണം ഉണ്ടല്ലോ, ഓസോൺ. ഓസോൺ ഏതാ? കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് വരും. ഓക്കെ, പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം IR ആക്റ്റീവ് ആയിരിക്കും കേട്ടോ. ഈ പറഞ്ഞ മോളിക്യൂൾസ് എല്ലാം IR ആക്റ്റീവ് ആയിരിക്കും. ഈ റേഡിയേഷൻ, അതായത് ഇപ്പം ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സണ്ണിലെ അവിടെ നിന്ന് വരുന്ന ചൂട് വന്നിട്ട് ഈ ഗ്യാസസ് എന്ത് ചെയ്യും, ശരിക്കും മോളിക്കുലർ ലെവലിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോളിക്യൂൾസ് എല്ലാം IR, ഇപ്പം സൂര്യനിൽ നിന്ന് വരുന്ന IR റേഡിയേഷൻ ഇവർ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഇവർ കൊടുക്കും. ഇപ്പം ഈ പറഞ്ഞല്ലോ, അബ്സോർബ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇലക്ട്രോൺസ് ഒരു ലോവർ സ്റ്റേറ്റിൽ നിന്ന് ഹയർ സ്റ്റേറ്റിലോട്ട് പോകും. ആ ഹയർ സ്റ്റേറ്റിൽ അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അവർ തിരിച്ചു വരും. അപ്പൊ അവിടെ ഒരു ട്രാൻസിഷൻ നടക്കും. ആ ട്രാൻസിഷന്റെ ഇതായിട്ട് ഈ ഹീറ്റ് എനർജി ഒരുപാട് ലിബറേറ്റ് ചെയ്യും. ഈ എല്ലാ മോളിക്യൂൾസും ഈ പറഞ്ഞ പോലെ IR റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ട് അതിനെ തിരിച്ചെന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്ത് വിടും, പുറത്തോട്ട് വിടും. ഈ പുറത്തോട്ട് വിടുമ്പോഴാണ് ഈ ചൂട് കൂടുന്നതും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ആൻഡ് ഈ എല്ലാ മോളിക്യൂൾസും ഈ പറഞ്ഞ പോലെ IR ആക്റ്റീവ് ആണ്. ഇതിലേക്ക് എല്ലാവർക്കും ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. വൈബ്രേഷൻ നടക്കുന്ന സമയത്ത് ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് IR സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യാൻ പറ്റും. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും?
CFC എന്താ? ഫ്ലോറോഫ്ലൂറോകാർബൺ. ഓക്കെ ഓക്കെ. അപ്പൊ അത്രയാണ് IR സ്പെക്ട്രോസ്കോപ്പിയിൽ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും IR സ്പെക്ട്രോസ്കോപ്പിയിലൊന്ന്? ഡൗട്ടില്ല, എല്ലാം ക്ലിയർ ആണോ? ഓക്കെ. അതിന് ഏതൊക്കെ ലാംപ്സാ യൂസ് ചെയ്യുന്നത്, പിന്നെ ആ ഒരു ഇക്വേഷൻ, ആ കാര്യങ്ങളൊക്കെ മാത്രം നോട്ട് ചെയ്തിരുന്നാൽ മതി. വലിയ സംഭവമൊന്നുമില്ല. ഓക്കെ. സാറാ യുവിയിൽ യൂസ് ചെയ്യുന്ന ലൈറ്റ് ഏതാ പറഞ്ഞു സാറേ? ഡിറ്റീരിയം ലാമ്പ്, D2 ലാമ്പ് എന്ന് പറയും. D2 ലാമ്പും പിന്നെ സെനോൺ ആർക്ക് ലാമ്പ് എന്ന് പറയും. ഇനി രണ്ട് മോളിക്യൂൾസിന്റെ ഏതൊക്കെ ടൈപ്പ് വൈബ്രേഷൻസ് ആണ് ഉള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ ഒന്ന് വാട്ടറുമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് നേരത്തെ പറഞ്ഞ പോലെ രണ്ടും ട്രയാറ്റോമിക് ആണ്, 3 ആറ്റംസ് ചേർന്നിട്ടുള്ള ഒരു മോളിക്യൂളാണ്. അത് പിന്നെ ലീനിയർ ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ സ്ട്രക്ചർ ലീനിയർ ആണ്, ഓക്സിജന്റെ കോൺഗ്രസ് ലീനിയർ ആണ്. ലീനിയർ മോളിക്യൂൾസിന്റെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എത്രയായിരിക്കും? എന്തായിരിക്കും? 0 ആയിരിക്കും സിമെട്രി. എന്തുകൊണ്ടാ 0 ആണ്? അത് എന്താ? രണ്ട് ഡയറക്ഷനിലും ഈക്വൽ ആയിട്ടായിരിക്കും അത്. വെരി ഗുഡ്. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. രണ്ട് ഡയറക്ഷനിലും ഈക്വൽ ആയിട്ട് പോകുന്നതുകൊണ്ട് ഇത് എന്താവും? ഇവിടുത്തെ ആംഗിൾ, ഈ രണ്ട് വെക്ടറിന്റെ ആംഗിൾ 180 ആയതുകൊണ്ട് രണ്ട് ക്യാൻസൽ ആയി പോകും. അവിടുത്തെ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആകും. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്സിജൻ ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റം ആണ്. അപ്പം ഓക്സിജൻ വരുന്ന എല്ലാ ബോൺസ് എന്തായിരിക്കും? പോളാർ ബോൺസ് ആയിരിക്കും. ഇവിടെ C ഡബിൾ ബോണ്ടോ പോളാർ ആണ്, C ഡബിൾ ബോണ്ടോയും പോളാർ ആണ്. പക്ഷെ ആ രണ്ട് പൊളാരിറ്റി സെയിം ആയിരിക്കും. അങ്ങനെ രണ്ടും കൂടെ ക്യാൻസൽ ആയിട്ട് 0 ആവുന്നതാണ്. പക്ഷെ CO2 എന്ത് ചെയ്യും? IR റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ IR സ്പെക്ട്രോസ്കോപ്പി കാണിക്കും IR ആക്റ്റീവ് ആണ്. അതിന്റെ റീസൺ എന്താ? എന്തുകൊണ്ടായിരിക്കും? സ്ട്രെച്ചിങ് വരുമ്പോ സിമെട്രിക് സ്ട്രെച്ചിങ് വരുമ്പം എന്താ സംഭവിക്കണമെന്ന് അറിയോ? അതിന്റെ ഡൈപോൾ മൊമെന്റ് ചേഞ്ച് ചെയ്യും. അത് ചേഞ്ച് ഇൻ ഡൈപോൾ. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയോ, സിമെട്രിക് സ്ട്രെച്ചിങ് എന്താ? ഈ ബോണ്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഇത് രണ്ട് ഈക്വൽ ആയിട്ടാണ് മൂവ് ചെയ്യുക. അപ്പം ഇപ്പം ഒരു പൊസിഷനിൽ എന്താ പറയാ, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏതൊരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള എന്താ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഈ ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ അറിയോ ആർക്കെങ്കിലും? അറിയില്ല. മ്യൂ ഈക്വൽ ടു Q ഇൻറ്റു D എന്നാണ്. QD കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? പഠിച്ചിട്ടുണ്ടാവും പ്ലസ് 2 ഈ Q എന്ന് പറയുന്ന ചാർജും D എന്ന് പറയുന്നത് എന്താണ്? ബോണ്ട് ലെങ്തും ആണ്. അപ്പൊ നോക്കിയോ, ഇത് വൈബ്രേറ്റ് ചെയ്യാന്ന് വിചാരിക്കും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യണം. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഞാൻ D എടുത്തിട്ട് നോക്കുമ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്ന ഡിയും ഇവിടെ എടുക്കുന്ന ഡിയും സെയിം ആയിരിക്കും. ഓക്കെ. അപ്പൊ നെറ്റ് ഡൈപോൾ മൊമെന്റ് അപ്പോഴും 0 ആയിട്ട് തന്നെ വരിക. പക്ഷെ അസിമെട്രിക് സ്ട്രക്ചറിങ് വരുമ്പോ നേരത്തെ ഫോട്ടോയിൽ കണ്ടില്ല, ഒരു പൊസിഷനിൽ ചിലപ്പം ഈ ബോണ്ട് കൂടുതലായിരിക്കും. ഇപ്പൊ ഈ ബോണ്ട് ലെങ്ത് കുറവാകുമ്പോ ഇവിടെ ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. ഓക്കെ. അതിനേക്കാൾ ഡൈപോൾ മൊമെന്റ് കൂടുതലായിരിക്കും ഇവിടെ. എന്തുകൊണ്ടാണ്? കാരണം മീൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു D ആണ്. ബോണ്ട് ലെങ്ത് കൂടുതലാണെങ്കിൽ ഡൈപോൾ മൊമെന്റ് കൂടുതലായിരിക്കും. ഇവിടത്തെ ഒരു ചേഞ്ച് എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും? ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ ഏതൊരു പൊസിഷനിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണോ ഡൈപോൾ മൊമെന്റ് അത്രയും തന്നെ ആയിരിക്കും ഇവിടെ ഉള്ളത്. അപ്പൊ അത് ക്യാൻസൽ ആയിട്ട് പോകും. പക്ഷെ ഇവിടെ എടുക്കുമ്പോൾ എന്തായിരിക്കും? രണ്ട് ഡിസ്റ്റൻസ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത് കൊണ്ട്, അത് അസിമെട്രിക് സ്ട്രെച്ചിങ് അങ്ങനെയാണല്ലോ, ഏതെങ്കിലും ഒരു പോയിന്റിൽ എടുക്കുമ്പോൾ രണ്ട് ബോണ്ട് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു കേസിൽ എന്ത് ചെയ്യും? ഇവര് നെറ്റ് ഡൈപോൾ മൊമെന്റ് കാണിക്കും. അതുകൊണ്ടാണ് ഇവര് IR ആക്റ്റീവ് ആവുന്നത്. അത് മനസ്സിലായോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? സർ, ഈ സിമെട്രിക് അസിമെട്രിക് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഡീഫോൾട്ട് ആക്കി എടുക്കുമ്പോൾ സിമെട്രിക് ആണല്ലോ ഉണ്ടാകുന്നത്. അതിനെങ്ങനെയാ അസിമെട്രിക് ആക്കുന്നത്? അങ്ങനല്ല. അതായത് ഈ കാണിച്ചില്ലേ ഈ സാധനങ്ങൾ, ഇത് ഇത്രയും പോസിബിലിറ്റീസ് ആണ്. ഇത്രയും രീതിയിൽ മോളിക്യൂൾസിനെ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിൽ നോക്കണത് ഇപ്പൊ IR വെച്ചിട്ട് നമുക്ക് ആ ഒരു സ്പെസിഫിക് ബോണ്ട് അതിലുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കുന്നത്. അപ്പൊ എന്താ പറയാ, ഒരു HCl കേസ് എടുക്കുകയാണെങ്കിൽ
ഇവിടെ ഒരു ഹൈഡ്രജന്റെ മോളിക്യൂൾ ഉണ്ട്, ഇവിടെ ഒരു ക്ലോറിന്റെ മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഹൈഡ്രജനും ക്ലോറിനും വെച്ച് നോക്കുന്ന സമയത്ത് ക്ലോറിൻ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ്. ഇത് ഓൾറെഡി ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അപ്പൊ ഈ നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂൾസ് സിമെട്രിക് സ്ട്രെച്ചിങ് കാണിച്ചാലും എന്ത് സംഭവിക്കും? ഓൾറെഡി അവർക്ക് നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉള്ള IR റേഡിയേഷൻ അവർ അബ്സോർബ് ചെയ്യാൻ പറ്റും. പക്ഷെ സർട്ടൻ മോളിക്യൂൾസ്, ഈ പറഞ്ഞ പോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എടുക്കുന്ന സമയത്ത് അവര് ലീനിയർ സ്ട്രക്ചർ ആണ്. അപ്പൊ അവര് എന്ത് ചെയ്യില്ല, സിമെട്രിക് സ്ട്രെച്ചിങ് നടത്തി കഴിഞ്ഞാൽ അവർക്ക് IR, അതായത് നെറ്റ് ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവൂല. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ആദ്യം റൂൾ ഔട്ട് ചെയ്യുന്നത്. സിമെട്രിക് സ്ട്രെച്ചിങ് നടക്കോ ഇല്ല എന്നുള്ളതാണ് ആദ്യം നോക്കുക. സിമെട്രിക് സ്ട്രെച്ചിങ് നടക്കും, പക്ഷെ നടക്കുന്ന സമയത്ത് IR ആക്റ്റീവ് ആയിരിക്കില്ല, IR ഇനാക്റ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാ? ഈ സിമെട്രിക് സ്ട്രെച്ചിങ് നടക്കുമ്പോ ഇവിടെ എന്തില്ല, ഡൈപോൾ മൊമെന്റിന് ചേഞ്ച് വരുന്നില്ല. പക്ഷെ HCl കേസിൽ അങ്ങനെയല്ല. HCl സിമെട്രിക് സ്ട്രെച്ചിങ് നടത്തിയാലും ഓൾറെഡി അവിടെ ഡൈപോൾ മൊമെന്റിന്റെ ചേഞ്ച് ഉണ്ടാവും. അതുകൊണ്ട് അത് IR ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ആന്റി സിമെട്രിക് നോക്കുക. ആന്റി സിമെട്രിക് ആണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഓൾമോസ്റ്റ് ആന്റി സിമെട്രിക് സ്ട്രെച്ച് നടക്കുന്ന മോളിക്യൂൾസ് എല്ലാം IR ആക്റ്റീവ് ആയിരിക്കും. ഈ ഒരു ബോണ്ട് ലെങ്തിന്റെ ഡിഫറൻസ് വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രെച്ചിങ് നടത്തുന്ന സമയത്ത് ആ മോളിക്യൂൾസ് എല്ലാം എന്ത് ചെയ്യും, IRനെ അബ്സോർബ് ചെയ്യും. അവിടെ ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്തായാലും ചേഞ്ച് എന്തായാലും ഉണ്ടാവും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, മനസ്സിലാവാതായിട്ടുണ്ടോ? വേറൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട കേട്ടോ, PSC അല്ലേ. നിങ്ങൾക്ക് ആ നമ്പർ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ പറ്റി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സിലബസിൽ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇതാണ് അവിടെ സംഭവിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിന് സിമെട്രിക് സ്ട്രക്ചർ നടക്കുന്ന സമയത്ത് ഒരേ ഇതിൽ പോകുന്നതുകൊണ്ട് അവിടെ എന്ത് ചെയ്യില്ല, നെറ്റ് ഡൈപോൾ മൊമെന്റ് ചേഞ്ച്. നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ മതി. ഉണ്ടോ, ഇത് രണ്ടുമാണ് പോയിന്റ്. ഒന്നുകിൽ ഒരു ഡൈപോൾ മൊമെന്റ് ആ മോളിക്യൂളിൽ ഉണ്ടാവണം. ഇനി ഡൈപോൾ മൊമെന്റ് ഇല്ല എങ്കിൽ വൈബ്രേഷൻ നടക്കുന്ന സമയത്ത് ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവണം. ഈ രണ്ട് കാര്യങ്ങളും മാത്രം നോട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ നെറ്റ് ഡൈപോൾ മൊമെന്റ് അവർക്കില്ല, പക്ഷെ വൈബ്രേഷൻ നടക്കുന്ന സമയത്ത് ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് കിട്ടുന്നുണ്ട്. ആൻഡ് ഈ ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് കിട്ടുന്ന എപ്പോഴാണ്? അസിമെട്രിക് സ്ട്രെച്ചിങ്ങിലാണ്. ഓക്കെ.